ഹായ് ഓൾ, വെൽക്കം ടു സൈസ്. എൻ്റെ പേര് അനാമിക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് എടുക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഫോർത്ത് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫസ്റ്റ് മൊഡ്യൂള്. മൊഡ്യൂളിൻ്റെ നെയിം അനാലിസിസ് ഓഫ് വേരിയൻസ് അല്ലെങ്കിൽ അനോവ എന്ന് പറയും. അതിൻ്റെ ഷോർട്ട് ഫോമാണ് അനോവ. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റി എന്ന് പറയുമ്പോൾ പുതിയ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടായിരിക്കും. പുതിയ സൈക്കോളജി സ്റ്റുഡൻസിന് അങ്ങനെ മാത്സ് താല്പര്യമില്ല എന്നാണ് എൻ്റെ അറിവിൽ. പക്ഷെ എന്തായാലും നമുക്ക് സൈക്കോളജിയിൽ പല റിസർച്ചും കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യുന്നത് മസ്റ്റായിട്ട് സ്റ്റാറ്റിലെ കുറേ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തേ പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ അനാലിസിസ് വേരിയൻസ് എന്ന ഈ മൊഡ്യൂൾ നമ്മൾ കവർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് അനോവ എന്താ നമ്മൾ നോക്കും. അനോവിനെ പറ്റി നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് എന്തൊക്കെ അസംഷൻസ് ആണ് അനോവയിൽ ഉള്ളത് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് അനോവയിൽ 2 ടൈപ്പ് അനോവ ഉണ്ട്. 1 വേ അനോവയും 2 വേ അനോവയും. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അതിന് ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് നമ്മുടെ ഈ മൊഡ്യൂളിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പോസ്റ്റ് ഓഫ് ടെസ്റ്റ്. ഇത് സിലബസ് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടേം കാണാൻ പറ്റില്ല. പക്ഷെ അതിന് ശേഷം വരുന്ന ക്രിട്ടിക്കൽ ഡിഫറൻസ് പറഞ്ഞൊരു സാധനം നമുക്ക് പഠിക്കാണ്ട്. അത് ഈ പോസ്റ്റ് ഓഫ് ടെസ്റ്റിന്റെ അടിയിലാണ് വരുന്നത്. അപ്പോൾ ഇത് മുന്നിൽ ചോദിച്ചിട്ടുണ്ട് എക്സാമിനൊക്കെ. പോസ്റ്റ് ഓഫ് ടെസ്റ്റ് എന്താണ് 2 മാർക്കിനും അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ അനോവ എന്താണെന്ന് പറയാം. അനോവ പേര് തന്നെ അനാലിസിസ് ഓഫ് വേരിയൻസ്. അതായത് ഇപ്പം അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. എഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് മെയിനായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഈ സൈക്കോളജി യൂസ് ചെയ്യുന്നത് നമുക്കൊരു ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 2 സാമ്പിൾസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ 2 സാമ്പിൾസിന്റെ മീനിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ നമ്മൾ സിമ്പിളായിട്ട് എഫ് ടെസ്റ്റ് പറഞ്ഞു ടെസ്റ്റ് യൂസ് ചെയ്യാറ്. ഇതേപോലെ തന്നെയാണ് ഈ അനോവ. പക്ഷെ അനോവയിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അനോവ എന്താ ചോദിക്കുന്നത്, നമ്മൾ ജസ്റ്റ് വ്യത്യാസം പറഞ്ഞാൽ മതി. 2 സാമ്പിൾസിൽ കൂടുതൽ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നമ്മൾ അവയ്ക്കിടയിലുള്ള അരിത്തമെറ്റിക് മീനിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് എന്ത് അനോവ. 2 സാമ്പിൾസിന് കൂടുതലുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ 2 മാർക്കിനൊക്കെ ഡെഫിനേഷൻ ചോദിക്കുമ്പോൾ അനോവ പറയുമ്പോൾ അങ്ങനെ എഴുതിയാൽ മതി. 2 സാമ്പിൾസിന് കൂടുതലായിട്ട് ഗ്രൂപ്പ്സ് വരികയാണെങ്കിൽ ഒരു പോപ്പുലേഷനിൽ 2 സാമ്പിൾസിന് കൂടുതൽ ഇത് വരികയാണെങ്കിൽ അവയ്ക്കിടയിലുള്ള അരിത്തമെറ്റിക് മീനിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അനാലിസിസ് ഓഫ് വേരിയൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അസംഷൻസ് ഓഫ് അനോവ. മെയിനായിട്ട് 5 അസംഷൻസ് ആണ് അനോവയിലുള്ളത്. നമ്മൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് നമ്മൾ എടുക്കുന്ന സാമ്പിൾസ് ഉണ്ടല്ലോ, ഈ സാമ്പിൾസ് എടുക്കുന്ന പോപ്പുലേഷൻ, നമ്മൾ എവിടെ നിന്നാണോ ഈ സാമ്പിൾസ് എടുക്കുന്നത് ആ പോപ്പുലേഷൻ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്, അതാണ് ഫസ്റ്റ് അസംഷൻ. എന്നാലേ നമുക്ക് ഈ അനാലിസിസ് ഓഫ് വേരിയൻസ് നടത്താൻ പറ്റും. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഈ സാമ്പിൾസ് റാൻഡം ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. റാൻഡം വേരിയബിൾസ് ആയിരിക്കണം. മറ്റൊരു അസംഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ എടുക്കുന്ന വേരിയബിൾസ് തമ്മിൽ പ്രത്യേകിച്ച് കോറിലേഷൻ ഒന്നും പാടില്ല. നോൺ കോറിലേറ്റഡ് ആയിരിക്കണം. Any observation some of factors influencing it. ഇതാണ് നെക്സ്റ്റ് ഇതിൽ പറയുന്ന അസംഷൻസ്. അനോവയുടെ അസംഷൻ ചോദിക്കുമ്പോൾ പറയേണ്ടത്. അതായത് ഇതിൽ ഏത് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇസ് സം ഓഫ് എഫക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇറ്റ്. അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിന്റെ എഫക്റ്റിന്റെ സം ആയിരിക്കും ഏത് ഒബ്സർവേഷൻ എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു അസംഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഈ സാമ്പിൾസിന്റെ ഒക്കെ പോപ്പുലേഷൻ സെയിം വേരിയൻസ് ആയിരിക്കണം. എടുക്കുന്ന സാമ്പിൾസിനൊക്കെ സെയിം വേരിയൻസ് ആയിരിക്കണം. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സെയിം ആയിരിക്കണം. കാരണം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണല്ലോ വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ അസംഷൻസ് ഓഫ് അനോവ എക്സാമിന് ചോദിക്കാനാണ് എഴുതേണ്ടത്. അതായത് നമ്മൾ എടുക്കുന്ന സാമ്പിൾസിന്റെ പോപ്പുലേഷൻ ഒന്ന് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് റാൻഡം ആയിട്ടായിരിക്കണം. പിന്നെ അവയ്ക്കിടയിൽ ബന്ധമൊന്നും പാടില്ല, നോൺ കോറിലേറ്റഡ് ആയിരിക്കണം. പിന്നെ ഏത് ഒബ്സർവേഷനും എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇറ്റ്സ് സം ഓഫ് എഫക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇറ്റ്. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സാമ്പിൾസിന് സെയിം വേരിയൻസ് ആയിരിക്കണം. ഇതൊക്കെയാണ് അസംഷൻസ് ഓഫ് അനോവയിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ഇതിൽ കുറച്ച് കീ ടേംസ് പറയാനുണ്ട്. അസൈനബിൾ കോസസ് ആൻഡ് ചാൻസ് കോസസ്.
ഈ അസൈനബിൾ കോസസ് എന്ന് പറയുന്നത് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ എഫക്റ്റ് ഉണ്ടാവുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാനും മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാരണങ്ങൾ നമ്മൾ അസൈനബിൾ കോസസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഒരാൾക്കൊരു ഇങ്ങനെ ടീച്ച് ചെയ്ത് കൊടുക്കണം, ഇങ്ങനെയാണ് പഠിപ്പിക്കണമെന്ന് പറയുകയാണ്, ജസ്റ്റ് കൈയിട്ട് ആക്ഷൻ കാണിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്, അങ്ങനെ ഒരു ടീച്ചിങ് മെത്തേഡ് കൊടുക്കണം. അതെന്താണ് ഒരു അസൈനബിൾ കോസ്. കാരണം അതുമൂലം ഉണ്ടാകുന്ന എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാളിങ്ങനെ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ആ സമയത്തുള്ള എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യും, അനലൈസ് ചെയ്യാൻ, മെഷർ ചെയ്യാൻ പറ്റും. ആ കുട്ടി ഓൺലൈനായിട്ടാണോ അല്ലാതെ എടുക്കുമ്പോഴാണോ എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. മെഷർ ചെയ്യാൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കോസസ്, അതിനാണ് നമ്മൾ അസൈനബിൾ കോസസ് എന്ന് പറയുന്നത്. അതിന്റെ എഫക്ട്സ് നമുക്ക് കൺട്രോൾ ചെയ്യാനും മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ അസൈനബിൾ കോസസ് എന്ന് വിളിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി, നമ്മുടെ നോട്ടിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ചാൻസ് കോസസ്, ആ പേര് പോലെ തന്നെ അത് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റും, ബൈ ചാൻസ് വരുന്ന രീതിക്കുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, ഒരാളുടെ ഇന്റലിജൻസ്, ഇതൊന്നും നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യം കൊണ്ടുള്ള എഫക്ട്സ് ആണ് നമ്മൾ ചാൻസ് കോസസ് എന്ന് പറയാറ്. ഓക്കെ, ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് ഈ അസൈനബിൾ കോസസ് കാരണം ഉണ്ടാകുന്ന വേരിയേഷൻസ്. ആ വേരിയേഷൻസിനെ നമ്മൾ പറയുന്നത് അസൈനബിൾ കോസസിന്റെ കൊണ്ടുണ്ടാവുന്ന വേരിയേഷൻസിനെ പറയുന്നത് ട്രീറ്റ്മെന്റ് വേരിയേഷൻസ് എന്നാണ്. ട്രീറ്റ്മെന്റ് വേരിയേഷൻസ്. ഇനി ഈ ചാൻസ് കോസസ് കൊണ്ട് ഉണ്ടാകുന്ന വേരിയേഷൻസിനെ നമ്മൾ പറയണത് റാൻഡം വേരിയേഷൻസ്. ആ പേര് പോലെ തന്നെ, അതായത് ഇത് ബൈ ചാൻസ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് മൂലം ഉണ്ടാകുന്ന വേരിയേഷൻ റാൻഡം ആയിട്ടുള്ള ഒരു വേരിയേഷൻ ആയിരിക്കും, നമുക്ക് ഇങ്ങനെ ഇന്നതെന്ന് പറയാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിനുണ്ടാകുന്ന വേരിയേഷന് നമ്മൾ റാൻഡം വേരിയേഷൻ ആണ് വിളിക്കുക. ഈ രണ്ട് നമ്മൾ ടോട്ടൽ വേരിയേഷൻ കിട്ടാൻ, ഇതൊക്കെ ഒരു കീ ടേംസ് ആണ്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അഥവാ വൺ വേർഡിലൊക്കെ അസൈനബിൾ കോസ് എന്താണ്, ചാൻസ് കോസ് എന്താണ്, ഈ ട്രീറ്റ്മെന്റ് വേരിയേഷൻ എന്താണ്, റാൻഡം വേരിയേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റണം. ഇനി ടോട്ടൽ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും സമ്മാണ്. അതായത് റാൻഡം വേരിയേഷന്റെയും അതേപോലെ ട്രീറ്റ്മെന്റ് വേരിയേഷന്റെയും സമ്മാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഷോർട്ട് ആക്കിയ എക്സാമിന് എഴുതുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളത് മെയിൻ ആയിട്ട് നമ്മുടെ അനോവ, നമുക്ക് വേണമെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അനോവ എന്താണ് എയിം ചെയ്യണമെന്ന് ചോദിക്കാം. അപ്പോൾ ഈ ഒരു ഇപ്പൊ ഞാൻ മെൻഷൻ ചെയ്ത കാര്യം വെച്ചിട്ട് നമുക്കൊരു കാര്യം എഴുതാൻ പറ്റും. അനോവ എയിംസ് അറ്റ് the estimation of variation due to assignable causes and chance causes separately and at their comparisons. ഇതൊക്കെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അനോവ എന്താണെന്ന് എയിം ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അസൈനബിൾ കോസസും ചാൻസ് കോസസും ഇതിനെ പറ്റിയിട്ട് ഇത് എസ്റ്റിമേറ്റ് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും വേരിയേഷൻസ്, ഇത് മൂലം ഉണ്ടാകുന്ന വേരിയേഷൻസ്, ഇപ്പോൾ പറഞ്ഞ റാൻഡം വേരിയേഷൻ, ട്രീറ്റ്മെന്റ് വേരിയേഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഇതിനെന്തെങ്കിലുമൊക്കെ ഇതുണ്ടോ അതിനെപ്പറ്റി എസ്റ്റിമേറ്റ് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കാം. ആ ഒരു വേരിയേഷനെ പറ്റി പഠിക്കുന്നതാണ് മെയിൻ ആയിട്ട് അനോവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അനോവ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയും നമുക്ക് എഴുതാം. പക്ഷെ മെയിൻ ആയിട്ട് അനോവ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതണ്ടേ, അതായത് രണ്ട് സാമ്പിൾസ് കൂടുതലുണ്ടെങ്കിൽ അതിന്റെ അരിത്തമെറ്റിക് മീനുകൾ തമ്മിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ നോക്കലാണ് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇനി മെയിൻ ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പ്രോബ്ലം ഒക്കെ വരുന്ന ഒരു ഭാഗമാണ് ഈ വൺ വേ അനോവ എന്ന് പറയുന്നത്. അതാണ് ഇനി ഞാൻ നെക്സ്റ്റ് പറയുന്നത്. വൺ വേ അനോവ പേര് പോലെ തന്നെയാണ്, അതായത് നമ്മൾ എന്തെങ്കിലും സാമ്പിൾസിന്റെ ഇടയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്നത് ഒരൊറ്റ ഫാക്ടറിന്റെ അടിസ്ഥാനത്തിലാണ്. അറ്റ് എ ടൈം നമ്മൾ ഒരു ഫാക്ടറിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട് ഒരു കാര്യത്തിൽ, ഒരു ടെസ്റ്റിൽ എത്രത്തോളം ഉണ്ടെന്നാണ് വൺ വേ അനോവ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് മനസ്സിലാവും, ചിലപ്പോൾ അതിൽ ടു വേ അനോവ വെച്ചിട്ട് വൺ വേ അനോവ വെച്ച് ചെയ്യാൻ പറയണ്ടാവും, അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ ഇൻഫ്ലുവൻസിനെ പറ്റിയിട്ടാണ് ചോദിക്കണമെങ്കിൽ, ഒരു ഫാക്ടറിന്റെ ഇൻഫ്ലുവൻസിനെ പറ്റി മാത്രമാണ് ചോദിക്കണമെങ്കിൽ വൺ വേ അനോവ വെച്ച് ചെയ്യേണ്ടി വരും. കൂടുതൽ പ്രോബ്ലംസ് വൺ വേ വെച്ചിട്ടായിരിക്കും ചെയ്യുക. കാരണം ടു വേ പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല, വൺ വേ പഠിച്ച ഒരാൾക്ക് ടു വേ അനോവയും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പൊ വൺ വേ അനോവ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് പറയാം, എന്താണ്
ഒരൊറ്റ ഫാക്ടറിനെ പറ്റിയിട്ട് നമ്മൾ അതിൻ്റെ ഇൻഫ്ലുവൻസിനെ പറ്റിയിട്ട് എന്താ പറയുക സ്റ്റഡി ചെയ്യുന്ന ആ ഒരു ഇതിനാണ് വൺ വേ അനോവ എന്ന് കൃത്യമായിട്ട് നോട്ടിൽ ഞങ്ങളിത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വൺ വേ അനോ വെച്ചിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സ്റ്റെപ്സിലൂടെ കടന്നു പോയിട്ടാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ വേ അനോ വെച്ചിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യണം. ഓക്കെ, നൾ ഹൈപ്പോത്തിസിസ് എന്താണെന്ന് എല്ലാവർക്കും അറിയണം. നമ്മൾ മുന്നത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും തേർഡ് സെമ്മിലൊക്കെ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വൺ വേ അനോ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? നൾ ഹൈപ്പോത്തിസിസ് എഴുതും. അതായത് നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ വൺ വേ അനോവയിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് എക്സാമിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. വൺ വേ അനോവയിലുള്ള നൾ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ അതിൻ്റെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ നൾ ഹൈപ്പോത്തിസിൽ എപ്പോഴും എഴുതുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ, ആ ഫാക്ടർ പ്രത്യേകിച്ച് എഫക്ട്സ് ഒന്നും വരുത്തുന്നില്ല ആ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന ഫാക്ടർ നമ്മൾ എടുക്കുന്ന ഫാക്ടർ അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ട്രീറ്റ്മെൻറ്റ് നോക്കി. ട്രീറ്റ്മെൻറ്റ് നമുക്ക് എന്തെങ്കിലും എഫക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിനോട് ഞാൻ പറയാൻ പറ്റും. അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഫാക്ടർ ഉണ്ടല്ലോ, എന്തിൻ്റെ ഇൻഫ്ലുവൻസ് ആണോ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടാവും. ഒരു ഫെർട്ടിലൈസർ ഇന്ന പ്ലോട്ടിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചോദിച്ചാൽ ആ ഫെർട്ടിലൈസർ ആയിരിക്കും എന്ത് അവിടുത്തെ ഫാക്ടർ. അതായത് ആ ഫെർട്ടിലൈസേഴ്സിൻ്റെ എഫക്ട്സിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എന്തിൻ്റെ എഫക്റ്റിനെ പറ്റിയിട്ടാണോ നമ്മൾ പഠിക്കുന്നത് ആ ആളെ നമ്മൾ എന്താ വിളിക്കുക? ട്രീറ്റ്മെൻറ്റ്സിനെ വിളിക്കുക. ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ട്രീറ്റ്മെൻറ്റ് എപ്പോഴാണ് തരുന്നത്? നമുക്ക് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ്സ് തരുന്നത്. അപ്പോൾ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാക്കുന്ന ആ ഫാക്ടേഴ്സിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നൾ ഹൈപ്പോത്തിസിസ് ഫസ്റ്റ് എഴുതും. ഈ ട്രീറ്റ്മെൻറ്റുകൾ തമ്മിൽ എല്ലാം ഈക്വൽ ആണ്. അതായത് ഇന്ന മരുന്ന് കൊടുത്താൽ അല്ലെങ്കിൽ ഇന്ന വളം കൊടുത്താലൊന്നും വലിയ ചേഞ്ചസ് ഇല്ല. ഒരു പാഡി ഫീൽഡിൽ ഞാൻ വ്യത്യസ്ത മൂന്ന് വളങ്ങൾ ഇട്ടു, ABC എന്ന് പറഞ്ഞാൽ 3 വളങ്ങൾ, അല്ലെങ്കിൽ ഫെർട്ടിലൈസർ ഇട്ടപ്പോൾ 3 പ്രത്യേകിച്ച് ഒരു മാറ്റം വരില്ല, ഒരേപോലെ തന്നെയാണ്. ഇന്ന ഇതിട്ടുകൊണ്ട് നല്ല മാറ്റം വന്നു അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണ് നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് H നോട്ടിൽ all treatments effects are equal. അതായത് നമ്മൾക്ക് കിട്ടുന്ന അരിത്തമെറ്റിക് മീൻ, എല്ലാത്തിൻ്റെ അരിത്തമെറ്റിക് മീൻ സെയിം ആണ്. അതായത് നമ്മൾ മ്യൂ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. μ1 = μ2 = എക്സെട്ര μk. അതായത് എത്ര ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ നമ്മൾ K എന്ന നൊട്ടേഷനാണ് യൂസ് ചെയ്യുക. μ1 μ2 അങ്ങനെ പറഞ്ഞിട്ട് എത്ര ഉണ്ടോ അത്ര എഴുതും. ഇനി ഇതിന് ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾ എന്താ കൊടുക്കുക? ഓൾ ട്രീറ്റ്മെൻറ്റ്സ് എഫക്ട്സ് ആർ നോട്ട് ഈക്വൽ. അതായത് എല്ലാ ട്രീറ്റ്മെൻറ്റ്സിൻ്റെയും എഫക്റ്റ് ഒരുപോലെ അല്ല. അപ്പോൾ എന്തോ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് അവിടെ ഉണ്ട്. ഇപ്പോൾ ഏന്ന് പറഞ്ഞ ഒരു ഫെർട്ടിലൈസർ എടുത്തിട്ടപ്പോൾ കുറച്ച് നല്ല രീതിക്ക് വിളവ് കിട്ടിയിട്ടുണ്ടായിരിക്കാം, ബി നട്ടപ്പോൾ കുറവാണ് കിട്ടും. അപ്പോൾ എന്തോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട്. അതായത് അവിടെ തമ്മിലുള്ള അരിത്തമെറ്റിക് മീൻ സെയിം അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ H1 എന്താ കൊടുക്കുക? μ1 ≠ μ2 ≠ എക്സെട്ര. എത്ര ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, എത്ര നമ്മൾ എടുക്കുന്ന ഫാക്ടേഴ്സ്, ഒരു ഫാക്ടറിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ് എടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു വൺ വേ അനോവ കിട്ടുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യും. ഹൈപ്പോത്തിസിസ് എപ്പോഴും ആലോചിക്കണം. നമ്മൾ ഫസ്റ്റ് നൾ ഹൈപ്പോത്തിസിന് എന്താ കൊടുക്കുക? അവയ്ക്കിടയിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഈക്വൽ ആണ്, എല്ലാവരുടെയും അവർ എഫക്റ്റ് ഒരേപോലെ, എല്ലാവരുടെയും എഫക്ട്സ് സെയിം ആണ്. അല്ലെങ്കിൽ ഇത് എഴുതാൻ പറ്റി നമ്മളിങ്ങനെ μ1 = μ2 = എന്ന് എഴുതിയാൽ മതി. വേഴ്സസ് H1 എന്ത് എഴുതാം? μ1 ≠ μ2 ≠ അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വൺ വേ അനോവ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്തു. ഇത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്നുകൂടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവട്ടെ. ഇപ്പോൾ കുറേ ടേംസ് പറയുമ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക, അടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നെയാണ്. ഇനി ഫസ്റ്റ് നമ്മൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്ക്വയേഴ്സ് നമുക്ക് എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യണം. 3 എണ്ണം നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്ത് വെച്ചു. സം ഓഫ് സ്ക്വയേഴ്സ്. ഇനി കുറച്ച് സമ്മ് കാണാം, ചില സ്ക്വയറിൻ്റെ സമ്മ് കാണാം. അതിന് മെയിനായിട്ട് 3 കാര്യങ്ങളാണ്: TSS, അതുപോലെ SSB, പിന്നെ SSE. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത്. ഫസ്റ്റ് TSS കാണാം, പിന്നെ SSB കാണാം, SSE കാണാം. TSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ്. ഇത് ഇക്വേഷൻ എന്ന് പറയുന്നത് SIJ² - CF. CF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്ഷൻ ഫാക്ടർ എന്നാണ് പറയുക. CF കാണാനുള്ള ഇക്വേഷൻ G² /n. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ടോട്ടൽ. ഇതൊക്കെ എന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതായത് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ്.
സം ഓഫ് സ്ക്വയർസ് എന്ന് പറയുന്നത് സ്ക്വയർ എന്താ അറിയാലോ. ഓക്കെ, അപ്പൊ കുറെ സാധനങ്ങൾ സ്ക്വയർ എടുക്കുന്നു, അതിന്റെ സമ്മ് കാണുന്നു. ഓക്കെ, അപ്പൊ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് കാണിക്കും. നമുക്കിപ്പോൾ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും. ഒരു ടേബിൾ തന്നിട്ട് നമുക്ക് അതിൽ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ ABC എന്ന് പറഞ്ഞ എന്താ ഫെർട്ടിലൈസർ തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഓരോ വാല്യൂസും തന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ പ്ലോട്ടിലിട്ട് രണ്ടാമത്തെ ഓരോ പ്ലോട്ട് ഓരോ വ്യത്യസ്ത പാഡിപ്പിളിലിട്ടു. അപ്പോൾ നമുക്ക് കിട്ടുന്ന അവിടുത്തെ വില അല്ലെങ്കിൽ മീനിന്റെ വില ആയിരിക്കും ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 8, 10, 12, 15 അങ്ങനെയൊക്കെ കുറച്ച് വില, ഇങ്ങനെ കുറച്ച് വിലകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി അതായത് ഈ SIJ കണ്ടിട്ട് ഞെട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മ്യൂക്കി എന്നൊക്കെ കൊടുത്തില്ല, ഇത്ര ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇത്ര എണ്ണം, അതിയുടെ വില എത്രയാവാം, ഇത്ര റോ കോളം എന്നൊരു രീതിക്കാണ് ഐയും ജെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒബ്സർവേഷന്റെ വില. ഓക്കെ, ഇതിന്റെ സ്ക്വയർ കണ്ടിട്ട് അതിന് എന്ത് ചെയ്യുക, സം ചെയ്യാം. അതായത് ഇതിൽ ഓരോ വില ഉണ്ടായിരിക്കും, നമുക്ക് തന്നിരിക്കുന്ന ഓരോ വാല്യൂസ് ഉണ്ടായിരിക്കും, ഒബ്സർവേഷൻസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ എന്ത് ചെയ്യാം, ഓരോന്ന് സ്ക്വയർ ചെയ്യുക. ഓരോന്ന് സ്ക്വയർ ചെയ്ത് കിട്ടുന്ന വില മൊത്തം എന്ത് ചെയ്യാം, ഇതിൽ ഒരുപാട് വില ഉണ്ടാവും. ആ ഓരോന്നും സെപ്പറേറ്റ് സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിന് കറക്ഷൻ ഫാക്ടർ കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്ഷൻ ഫാക്ടർ കുറയ്ക്കുമ്പോഴാണ് TSS കിട്ടുക. ഓക്കെ, അപ്പൊ കറക്ഷൻ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ G²/n ഗ്രാൻഡ് ടോട്ടൽ. അതായത് G എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, ഓരോന്നിന്റെ സ്ക്വയർ ചെയ്തിട്ട് ഇത് മൊത്തം കൂട്ടി. G എന്ന് പറയാൻ ഗ്രാൻഡ് ടോട്ടൽ, എത്ര സംഖ്യ ഉണ്ടോ ആ സംഖ്യ മൊത്തം കൂട്ടുക. കൂട്ടിയിട്ട് ആ കൂട്ടിയ സംഖ്യ എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, എത്ര എണ്ണം എത്ര സംഖ്യകൾ എടുത്തു, ഒരു 4 സംഖ്യ ആണെങ്കിൽ ബൈ 4 ചെയ്യാം. ഓക്കെ, അതാണ് G²/n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്കത് ക്ലാരിറ്റി വരും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഇക്വേഷൻ മാർക്ക് ചെയ്ത്. TSS കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കാണുന്നത് സം ഓഫ് സ്ക്വയർ ആണ്. ഇത് SSB, അതായത് ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയേഴ്സ്. ഓക്കെ, ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരുണ്ട്, ട്രീറ്റ്മെന്റ് സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് വിളിക്കും. ഈ ട്രീറ്റ്മെന്റ് സം ഓഫ് സ്ക്വയേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആരാണ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് ആ ഫാക്ടറിനെയാണ് നമ്മളെന്ത് ട്രീറ്റ്മെന്റ് പറയുന്നത്. 1 വരെ എന്തായാലും ഒരൊറ്റ ഫാക്ടറിനെ പറ്റിയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഫാക്ടറിന്റെ വ്യത്യസ്ത രൂപങ്ങളെ പറ്റി നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫാക്ടർ. A എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസറിന്റെ എഫക്റ്റ് നോക്കുകയാണ്. ഇപ്പോൾ A എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണല്ലോ. അപ്പൊ 3 പ്ലോട്ടിൽ ആയിട്ടുണ്ട്. ഈ 3 പ്ലോട്ടിൽ വില ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് ടോട്ടൽ ചെയ്യുക. അതേപോലെ ഇങ്ങനെ ഓരോ ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യാം, ടോട്ടൽ ചെയ്യാം. ഈ ടോട്ടൽ ചെയ്തിട്ട് ഇതിന്റെ ടോട്ടൽ സ്ക്വയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 3 എണ്ണം ഉണ്ടെങ്കിൽ ഫസ്റ്റത്തെ വില ഞാൻ ഫസ്റ്റത്തെ ടോട്ടൽ തന്നെ x1 എന്ന് കൊടുത്തു. x1² n1, അതായത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. 3 എണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ x2² n2 എക്സെട്ര, അതായത് എത്ര ഉണ്ടോ അതിനനുസരിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ ആഡ് ചെയ്ത് പോയി പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം, പ്ലസ് അല്ല മൈനസ് CF കാണും. നേരത്തെ അതേപോലെ ചെയ്ത്, നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, ഓരോന്നിന്റെ സ്ക്വയർ കണ്ടിട്ട് ടോട്ടൽ ചെയ്തു, എന്നിട്ട് അതിന് കറക്ഷൻ ഫാക്ടർ കുറച്ചു. ഇവിടെ എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ട്രീറ്റ്മെന്റുകൾ നമ്മൾ കൂട്ടും, എന്നിട്ട് അതിന്റെ സ്ക്വയർ കാണും ബൈ എത്ര ഒബ്സർവേഷൻ ഉണ്ടോ ചെയ്യും. എന്നിട്ട് അങ്ങനെ എത്ര ട്രീറ്റ്മെന്റുകളുണ്ട്, ഇപ്പോൾ 4 എണ്ണം ഉണ്ടെങ്കിൽ ഒരു 4 എണ്ണം ഇവിടെ എഴുതുന്നുണ്ട്. എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും, CF കുറയ്ക്കും. ഇതാണ് SSB എന്ന് പറയുന്നത്. അപ്പോൾ TSS കണ്ടു. SSB എന്ന് വെച്ചാൽ ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയേഴ്സ്. ഇനി SSE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് SSE ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ പറയുന്നതാണ് വിത്തിൻ സം ഓഫ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ ഇറർ സം ഓഫ് സ്ക്വയേഴ്സ്. ഈ ഇറർ സം ഓഫ് സ്ക്വയേഴ്സിനാണ് നമ്മൾ എന്ത് ഈ കൊണ്ട് നോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ TSSഉം SSBയും കണ്ടു കഴിഞ്ഞാൽ ഈ TSS നിന്ന് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സിൽ നിന്ന് നമ്മൾ ഈ SSB എന്ന് പറഞ്ഞാൽ എന്താ, ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയേഴ്സ്, ഇത് മൈനസ് ചെയ്യുന്നതാണ് എന്ത് SSE, അതായത് ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ ഇറർ സം ഓഫ് സ്ക്വയേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടി, ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. കുറച്ച് ഇനി ഇത് ബേസ് ചെയ്തിട്ടാണ് അടുത്ത കാര്യങ്ങൾ കാണാനുള്ളത്. അപ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്തത് കുറച്ച് സം ഓഫ് സ്ക്വയേഴ്സ് കാണുക ചെയ്തതിൽ 3 കാര്യങ്ങളാണ് ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മീൻ സം ഓഫ് സ്ക്വയേഴ്സ്. ഇപ്പൊ കണ്ടത് എന്താണ്, സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. ഈ സം ഓഫ് സ്ക്വയേഴ്സിന്റെ മീൻ കാണണം. ഓക്കെ, ഇപ്പൊ ഞാൻ ഏതൊക്കെ കണ്ടു, TSS കണ്ടു, അതൊരു സം ഓഫ് സ്ക്വയർ ആണ്. SSB കണ്ടു, അതെന്റെ SSE കണ്ടു. ഇതൊക്കെ ഓരോ ടൈപ്പ് സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. ഈ സം ഓഫ് സ്ക്വയേഴ്സിന്റെ മീൻ ആണ്. മീൻ എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ എന്താണ് വില, അതിന് നമ്മൾ ആ ഒബ്സർവേഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു രീതിക്കാണ്. ഇവിടുത്തെ മീൻ എങ്ങനെ കാണുന്നത് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് കാണലാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്.
ഓക്കെ. അതിൽ നമ്മൾ ഫസ്റ്റ് എസ് എസ് ബി കണ്ടു. ഇനി എസ് എസ് ബിയുടെ എന്താ പറയുക മീൻ സം ഓഫ് സ്ക്വയറിനെ നമ്മൾ എം എസ് ബി എന്നാണ് നോട്ട് ചെയ്യുക. ഈ എം എസ് ബി കാണാൻ എന്ത് ചെയ്താൽ മതി? എസ് എസ് ബി ബൈ കെ മൈനസ് വൺ. അതായത് ഈ എസ് എസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രീറ്റ്മെന്റുകളുടെ ഒരു സ്ക്വയർ ചെയ്തു, അതിന് ബൈ എൻ ചെയ്തു, കൂട്ടി മൈനസ് സി എഫ് ആണ് കണ്ടത്. അപ്പൊ അതായത് ട്രീറ്റ്മെന്റ് പൊതുവെ നമ്മൾ അടിയിൽ നമ്മൾ എത്ര ഒബ്സർവേഷൻസ് ഉണ്ടെന്നാണ് മീന് കാണാൻ യൂസ് ചെയ്യുക. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ അതൊന്ന് ഒന്ന് കുറച്ച് രീതിക്കാണ് നമ്മൾ നോട്ട് ചെയ്യുക. അതാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുക അടിയിൽ കൊടുക്കുന്നത്. അപ്പൊ എം എസ് ബി എന്ന് പറയുമ്പോൾ എസ് എസ് ബി ബൈ കെ മൈനസ് വൺ. കെ മൈനസ് വൺ എന്ന് യൂസ് ചെയ്യാൻ കാരണം ഇവിടെ നമ്മൾ ട്രീറ്റ്മെന്റ് ബേസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതിന്റെ മീനിങ് കാണാൻ വേണ്ടി നമ്മൾ കെ മൈനസ് വൺ എന്നുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് യൂസ് ചെയ്യുന്നത്. കെ എന്ന് പറയുന്നത് എത്ര ട്രീറ്റ്മെന്റ്, ഇവിടെ 3 ട്രീറ്റ്മെന്റ് എടുത്തിട്ടെങ്കിൽ ആ 3 1 വർഷപ്പോൾ എത്ര 2 ആ രീതിക്കായിരിക്കും. ഓക്കെ. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മളൊരു എസ് എസ് സി എന്ന് പറയുന്ന സാധനം കണ്ടത്, അതിന്റെ മീൻ സം ഓഫ് സ്ക്വയർ ആണ്. അപ്പോൾ എം എസ് സി എന്ന് വരും. ഓക്കെ. അതെന്ന് പറയുന്നത് എസ് എസ് ഇ ബൈ എൻ മൈനസ് കെ. ഓക്കെ. ഈ എൻ മൈനസ് കെ എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എത്ര ഒബ്സർവേഷൻസ് എത്ര എണ്ണം ഉണ്ട് നോക്കുക. കെ എന്ന് പറയുന്നത് എത്ര ട്രീറ്റ്മെന്റ് ഉണ്ട്, അത് മൈനസ് ചെയ്യുമ്പോൾ ഒരു വില കിട്ടും. അത് വെച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മീൻ സം ഓഫ് എം എസ് സി കിട്ടും. അതായത് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? സം ഓഫ് ഇറർ ആയിരുന്നു. എന്ത് സം ഓഫ് സ്ക്വയർസ് ഓഫ് എറേഴ്സ് എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. ഇത് എസ് എസ് സി. അപ്പൊ അതിന്റെ മീൻ സം ഓഫ് സ്ക്വയർസ് കിട്ടാണെങ്കിൽ എസ് എസ് സി ബൈ എൻ മൈനസ് കെ കണ്ടാൽ മതി. ഓക്കെ. ഇനി ടി എസ് എസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ടോട്ടൽ ആൾക്കാരെടുത്തു. അപ്പോൾ അവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അടിയിൽ നമ്മൾ എഴുതുന്നത് എൻ മൈനസ് വൺ എന്നുള്ള രീതിക്കുക. നമുക്ക് ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു ടേബിൾ വരയ്ക്കേണ്ട. വൺ വേ ഒരു ക്വസ്റ്റ്യൻ, അതായത് വൺ വേ അനോയുടെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സം ഓഫ് സ്ക്വയർസ് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ സം ഓഫ് സ്ക്വയർസ് ഒക്കെ കാണും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു എഫ് റേഷ്യോ എന്ന് പറയുന്ന സാധനം കൂടെ കാണാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു ടേബിൾ വരയ്ക്കും. ഈ ടേബിൾ വരയ്ക്കുമ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് കാണണ്ടാവില്ല, പക്ഷെ ഇതൊക്കെ നമുക്ക് എഴുതേണ്ടി വരും. ഓക്കെ. അപ്പം ഇങ്ങനെ കാണുമ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള പോലെ തോന്നും, പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഈ പറഞ്ഞ എസ് എസ് ബി എം എസ് സി ഒരു ഓർഡർ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കാണാനുള്ള ഇക്വേഷൻ ഓർത്ത് വെക്കാം. ഓക്കെ. 5 അല്ലെങ്കിൽ ഒരു നമ്മൾ 8-10 മാർക്കിനുള്ള രീതിക്കായിരിക്കും ഈ വൺ വേ അനോവ എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ ടേബിൾ വന്നിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ആരും ഈ ഒരു മൊഡ്യൂളിൽ ഈ ഒരു അനോവ മിസ് ചെയ്ത് പോകരുത്. നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് എന്ത് കണ്ടു? ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യുന്നു? ട്രീറ്റ്മെന്റ്സ് തമ്മിലൊരു എന്താ പറയുക പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ലാതെ എല്ലാം ഈക്വൽ ആണെന്നുള്ള രീതിക്ക് പറഞ്ഞു. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത് പറഞ്ഞത് സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടു. ഈ സം ഓഫ് സ്ക്വയേഴ്സിൽ ഏതൊക്കെയായിരുന്നു? ടി എസ് എസും എസ് എസ് ബിയും പിന്നെ എസ് എസ് ഇയും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടു. മീൻ സം ഓഫ് സ്ക്വയേഴ്സ് അതായത് ഈ പറഞ്ഞ സാധനങ്ങളിലൊക്കെ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടു. ഓക്കെ ആണോ? ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണേണ്ട സാധനമാണ് എഫ് റേഷ്യോ. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് സാധനം. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യണോ, ഈ ടെസ്റ്റിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എഫ് റേഷ്യോയിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഈ സം ഓഫ് സ്ക്വയേഴ്സിൽ നമ്മളിവിടെ ഒരു എം എസ് ബിയും അതേപോലെ എം എസ് സി എന്ത് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട്. ഇനി എഫ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എം എസ് ബി ബൈ എം എസ് ഇ. മീൻ സം ഓഫ് ബിറ്റ്വീൻ സ്ക്വയേഴ്സും അതുപോലെ ഇററിന്റെ സ്ക്വയേഴ്സിന്റെ മീനും തമ്മിൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ തമ്മിലുള്ള റേഷ്യോനാണ് നമ്മൾ എന്ത് വിളിക്കുക? എഫ് റേഷ്യോ. ഈ എഫ് റേഷ്യോ വെച്ച് നമുക്ക് എന്ത് കിട്ടും? ഒരു വില കിട്ടും. ആ വാല്യൂ നമ്മൾ ടേബിൾ വാല്യൂ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതായത് നമ്മൾ അൽഗോരിതം എല്ലാവരുടെ ബുക്ക് ഉണ്ടാവുന്ന വിചാരിക്കും. നമുക്ക് തേർഡ് സെമ്മിലും സെക്കൻഡ് സെമ്മിലൊക്കെ യൂസ് ചെയ്യാൻ സ്റ്റാറ്റയുടെ ഒരു ടേബിൾ ഉണ്ടായിരിക്കും. അതിൽ നമ്മളെ എഫ് ടേബിൾ ഉണ്ടായിരിക്കും. അതിൽ നമ്മുടെ ആൽഫ 0.05 അല്ലെങ്കിൽ 0.1 ഒക്കെ വരുന്ന സമയത്തുള്ള 2 ടേബിൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ആ ടേബിൾ നോക്കാൻ പഠിക്കണം. ടേബിൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഈ ടേബിൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വായിക്കാം അല്ലേ? ടേബിള് എഫ് കെ മൈനസ് വൺ എൻ മൈനസ് കെ ഈ ഒരു രീതിക്കാണ് നമ്മൾ ടേബിൾ. അതായത് ഇപ്പോൾ ഒരു നമ്മൾ മറ്റേ
എന്താ പറയുക അൽഗോരിതം ആ ഒരു ബുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ N1 N2 എന്ന് ഇങ്ങനെ കുറേ വാല്യൂസ് ഉണ്ടായിരിക്കും, ഇവിടെ N1 N2 എന്ന് പറഞ്ഞിട്ട് കുറച്ച് വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു വില കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് എത്രയും നോക്കുക. ട്രീറ്റ്മെന്റിന് 1 വർഷം, ഇപ്പൊ 3 ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് 1 വർഷത്തിൽ കിട്ടും, 2 കിട്ടും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, 2 എന്നുള്ള നമ്പർ നോക്കിയിട്ട് നോക്കും. അത് കഴിഞ്ഞിട്ട് N-K ഇപ്പം എത്ര, ഒരു 8 വില എന്തെങ്കിലും ഉണ്ടെങ്കിൽ 8ന്ന് എന്ത് ചെയ്യാം, K എന്ന് പറയുന്നത് 3, 8ന്ന് 3 വർഷത്തിൽ 5, അപ്പൊ ഇവിടുന്ന് 5. അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നോക്കി എന്നൊരു വില നമുക്ക് കിട്ടും ആ ഒരു ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന വിലയും ടേബിൾ വാല്യൂയിലുള്ള വിലയും നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച വിലയും നമ്മൾ കമ്പയർ ചെയ്യണം. ആ കമ്പാരിസൺ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് നോക്കുക. ഇവിടെ വരെ എത്തലാണ് നമ്മുടെ മെയിൻ പണി. ഇത് കഴിഞ്ഞാൽ നമ്മുടെ പണി തീർക്കും. ഓക്കെ, അത് കഴിഞ്ഞ ഒരു ചെറിയ പണിയുണ്ട്. ഈ എഴുതിയതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ടേബിൾ ആക്കി ചെയ്യേണ്ടി വരും. ഓക്കെ, എഫ് റേഷ്യോ കണ്ടു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് എങ്ങനെ നോക്കാന്നുള്ളത് പഠിക്കണം. സിമ്പിളാണ്, പ്രത്യേകിച്ച് വലിയ റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഈ എഫ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത റേഷ്യോ എന്ന് പറയുന്നത് വലുതാണ്. നമുക്ക് ടേബിളിൽ ഒരു വില കിട്ടി. ഇപ്പോൾ ടേബിളിൽ എനിക്ക് 1 കിട്ടി. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ടേബിളിൽ 1 എന്നുള്ള വില കിട്ടി. അതായത് ഞാൻ പറഞ്ഞില്ലേ F K-1 N-K, ഈ രീതിക്കാണ് എന്ത് ചെയ്യുക നമ്മൾ ടേബിളിൽ നോക്കേണ്ടത് വില. ഇപ്പം എനിക്ക് ടേബിളിൽ 1 കിട്ടി, കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 2 കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ടേബിൾ വാല്യൂവിനൊക്കെ എന്താണ് വലുതാണ്. നമ്മൾ ടേബിൾ വാല്യൂവിനൊക്കെ വലുതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവരെ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വലിയ ആൾക്കാരാണ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയത് വലിയ ആളാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹൈപ്പോത്തിസിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഹൈപ്പോത്തിസ് എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. നമ്മൾ ടേബിൾ വാല്യൂവിനേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ട് ഹൈപ്പോത്തിസ് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ, ഞാൻ ഹൈപ്പോത്തിസ് എന്താ പറയുന്നത്, ഓൾ ട്രീറ്റ്മെന്റ്സ് ആർ ഈക്വൽ. അതായത് എല്ലാ ട്രീറ്റ്മെന്റ്സിന്റെ എഫക്ട്സ് ഈക്വൽ ആണ്, പ്രത്യേകിച്ച് ഒരു സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇല്ലാതെ. അപ്പോൾ നമ്മളെടുത്ത ആ ഫാക്ടർ വലിയ എഫക്റ്റ് ഒന്നും വ്യത്യസ്ത രീതിക്ക് ഒരു ഇൻഫ്ലുവൻസ് വരുത്തുന്നില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ അനുസരിച്ച് ഹൈപ്പോത്തിസ് സെറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും. പിന്നെ നമ്മൾ വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവർ റിജക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ആരെയും ആക്സെപ്റ്റ് ചെയ്യണം. H0 റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ H1 ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ആ ട്രീറ്റ്മെന്റിന്റെ എഫക്ട്സിന് എന്തോ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. അതുപോലെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് അനോവ ടേബിൾ എന്ന് പറഞ്ഞൊരു പോർഷൻ കൂടെ, അതോട് കൂടിയിട്ട് നമ്മൾ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയി തന്നെ പറയാം. ഈ അനോവ ടേബിൾ ഇല്ലാണ്ട് നമ്മൾ എത്രയ്ക്ക് ഈ സാധനങ്ങൾ കണ്ടെത്തിയാലും നമ്മുടെ 2 മാർക്ക് ഉണ്ട്. പോയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ടേബിൾ വരയ്ക്കുക, ഒരിക്കലും മറക്കരുത്. പിന്നെ അവിടെ അപ്പുറത്തെ ക്ലാസ് നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരിക്കും, ക്ഷമിക്കണം. ഈ ഒരു പാർട്ട് വേഗം തന്നെ കഴിയും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്ത് അതിന് എന്തായാലും ഒരു മാർക്ക് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടു, ഈ സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടു. ഇനി ഈ കണ്ട സാധനങ്ങൾ, അതുപോലെ തന്നെ എഫ് റേഷ്യോ കണ്ടു. ഇതൊക്കെ എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു ടേബിൾ ആക്കിയിട്ട് നമ്മൾ എഴുതണം. ഇതിനെ വിളിക്കുന്ന പേരാണ് അനോവ ടേബിൾ. ഇതില് സോഴ്സ് ഓഫ് വേരിയേഷൻ നമ്മൾ എവിടെ നിന്നൊക്കെയാണ് സോഴ്സ് എടുക്കണം, ബിറ്റ്വീൻ സാമ്പിൾസ്, അതേപോലെ വിത്തിൻ സാമ്പിള്, പിന്നെ അതിന്റെ സം ഓഫ് സ്ക്വയേഴ്സ് പറയുമ്പോൾ SSB, SSC, TSS, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, SSBയുടെ K-1 ആയിരുന്നു എടുത്തത്, SSCയുടെ N-K, TSS N-1. പിന്നെ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് നമുക്കറിയാം MSB ആയിരുന്നു, ഇക്വേഷൻ SSB/K-1. അതേപോലെ SSCയുടെ മീൻ സം ഓഫ് സ്ക്വയർ MSC = SSC/N-K. ഇനി എഫ് റേഷ്യോ അവസാനം എന്ത് എഴുതുക, MSB/MSE. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളൊരു 1 വേ അനാലിസിസ് ഓഫ് വേരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തു വരുന്നത്. ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് സം ഓഫ് സ്ക്വയേഴ്സ് കാണുക, ഈ സം ഓഫ് സ്ക്വയേഴ്സ്, അത് കഴിഞ്ഞിട്ട് അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എഫ് റേഷ്യോ കിട്ടും. അവസാനം ഇതെല്ലാം നമ്മളൊരു ടേബിൾ ആക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ടേബിൾ മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്ക് തന്നെ ടേബിളിനുണ്ട്.